ഇനി കുറച്ച് കോമൺ മിസ്റ്റേക്സിനെ കുറിച്ച് പറഞ്ഞുതരാം. നാം വരുത്തി വെക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നാം വരുത്തുന്ന ചില മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നാം സംസാരിക്കുന്ന വരുത്തുന്ന ചില മിസ്റ്റേക്സ്. ഓക്കെ, ഒന്നാമതായിട്ട് ടെൻസസിൽ നാം വരുത്തി വെക്കുന്ന മിസ്റ്റേക്ക്. അതായത് 11-12 ടെൻസുകളുണ്ടല്ലേ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നാം ചിലപ്പോൾ മറ്റ് ടെൻസുകൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ് എന്നാണ് ഉപയോഗിക്കുക. ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ വരുത്തിയ മിസ്റ്റേക്ക്? എന്താ? ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ച്. ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക, സാധാരണ ഉപയോഗിക്കുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള, അതായത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള ഒരു അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. പക്ഷേ ഞാൻ കോഴിക്കോടാണ് എന്നും താമസിക്കുന്നത്. പെർമനൻറ്റ് റെസിഡൻസ് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ എന്താ പറയുക? ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ പറയുക? നിങ്ങൾ പറയൂ, ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് എന്താ പറയുക? ഐ ലിവ് ഇൻ കാലിക്കറ്റ്. ഐ ലിവ് ഇൻ കാലിക്കറ്റ്. ഐ സബ്ജക്റ്റ്, ലിവ് വെർബ് V1 ഫോം, ബേസ് ഫോം ലിവ് ഇൻ കാലിക്കറ്റ്. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് നാം വരുത്തുന്ന മിസ്റ്റേക്ക് വെർബ് ഫോമിലാണ്. വെർബ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ പ്ലൂറൽ ഫോമില്ലേ. എക്സാമ്പിൾ ലൈക്ക്, ലൈക്സ്, പ്ലേ, പ്ലേസ്. ഓക്കെ. അപ്പോൾ വി ലൈക്സ് ടു ട്രാവൽ. നിങ്ങൾ പറയുക എവിടെ തെറ്റ് പറ്റിയേ? വി ലൈക്സ് ടു ട്രാവൽ. എവിടെ തെറ്റ് പറ്റിയേ? വി എന്ന് കാണുമ്പോൾ പ്ലൂരലാണെന്ന് തോന്നും ചിലർക്ക്. പക്ഷേ നമ്മളവിടെ അത് നോക്കുമോ? ഇത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണല്ലേ. ഐ, വി ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ. അതിനെന്താക്കില്ല, സിംഗുലറാണോ പ്ലൂരലാണോ എന്ന് നാം നോക്കില്ല. ബേസ് വെർബിൻ്റെ ബേസ് ഫോം യഥാർത്ഥ ഫോമാണ് ഉപയോഗിക്കുക. വി ലൈക്ക് ടു ട്രാവൽ. ഇനി അതേ സ്ഥാനത്ത് ഹി ആണ് വന്നതെങ്കിലോ അത് സിംഗുലറാണ്. അപ്പോൾ ഹി ലൈക്സ് ടു ട്രാവൽ. ഓക്കെ. ദേ വന്ന ദേ ലൈക്ക് ടു ട്രാവൽ. ഓക്കെ. മറ്റൊന്ന് സ്പെല്ലിങ്ങിലാണ്. അത് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷീ ട്രൈസ് ടു സേവ് മണി. സംസാരിക്കുന്നവർക്ക് ഇത് സംസാരത്തിൽ അങ്ങനെ വ്യക്തമാവില്ല. പക്ഷേ സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഷീ ട്രൈസ് എന്നുള്ളത് ട്രൈസ് എന്നല്ല എഴുതുക, TRIES എന്നാണ് എഴുതുക. ഓക്കെ, ട്രൈസ്. ചില വേർബ്സിനെ എങ്ങനെയാണ് സിംഗുലർ ഫോം ആക്കുക എന്നുള്ള ആ മെത്തേഡ് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്സ് വരാറുണ്ട്. സ്പെല്ലിങ്ങും നോക്കി വെക്കുക. ഓക്കെ. മിസ്സിംഗ് വേർഡ്. എക്സാമ്പിൾ വാട്ട് ടൈം യു ഫിനിഷ് വർക്ക്. വാട്ട് ടൈം യു ഫിനിഷ് വർക്ക്. ഇവിടെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. നിങ്ങൾ പറയൂ. നമ്മൾ പഠിച്ചില്ല സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ രൂപം, ഇൻറ്ററോഗേറ്റീവ് രൂപം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വാട്ട് ടൈം യു ഫിനിഷ് വർക്ക്. എന്താണ് മിസ്സിംഗ്? അതെ, ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. ഡു യു ഫിനിഷ് വർക്ക് എന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വാട്ട് ടൈം ഡു യു ഫിനിഷ് വർക്ക്. യു ഫിനിഷ് വർക്ക്, ഡു യു ഫിനിഷ് വർക്ക്, വാട്ട് ടൈം ഡു യു ഫിനിഷ് വർക്ക്. ഓക്കെ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെന്ന് പറയാൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ 4 രൂപങ്ങളില്ലേ, പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, മറ്റൊരു ഇൻറ്ററോഗേറ്റീവ്, ഈ 4 രൂപത്തിലേക്കും എല്ലാ സെൻറ്റൻസും മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഓക്കെ. ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, ഡു ഐ ലൈക്ക് ഐസ്ക്രീം, വൈ ഡു ഐ ലൈക്ക് ഐസ്ക്രീം, ഹി ലൈക്ക് ഐസ്ക്രീം, ഹി ഡസൻറ്റ് ലൈക്ക് ഐസ്ക്രീം, ഡസ് ഹി ലൈക്ക് ഐസ്ക്രീം, വൈ ഡസ് ഹി ലൈക്ക് ഐസ്ക്രീം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം? സ്പീഡിൽ ഒരേ കാര്യം ഈ 4 രീതിയിലും മാറ്റി പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ. അതിന് ഏറ്റവും നല്ല മെത്തേഡ് എന്താ? പ്രാക്ടീസ്, പറഞ്ഞ് പഠിക്കുക. ഓക്കെ. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തരാം. നിങ്ങൾ എന്തൊക്കെ ഉത്തരം എഴുതി അയക്കുക. ഓക്കെ. ഐ ടേക്ക് ഹി ഡാഷ്. അതായത് അവിടെ ടേക്കിൻ്റെ ഏത് രൂപമാണ് ഉപയോഗിക്കുക എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ഐ ടേക്ക് ഹി ഡാഷ്. ഷീ ഡസ് വി ഡാഷ്. യു എൻജോയ് ഷീ ഡാഷ്. അവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത് ഈ സെൻറ്റൻസുകളെ നെഗറ്റീവ് ആകണം. ഓക്കെ. ദേ സ്റ്റഡി. അതിൻ്റെ നെഗറ്റീവ് എഴുതാം. ഐ ലൈക്ക് ഐസ്ക്രീം. ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. ഐ ഗോ ടു സ്കൂൾ. ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. ഓക്കെ. ഇനി ചോദ്യം ഉണ്ടാക്കാം. ഷീ വാണ്ട്സ് ടു ബൈ എ ഫോൺ. ഇതിൻ്റെ ഒരു ചോദ്യ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനാണ്. യെസ് ഓർ നോ ചോദ്യം ഉണ്ടാക്കിയാൽ യെസ് ഓർ നോ ചോദ്യം ഉണ്ടാക്കിയാൽ മതി. ദേ സെൽ ബുക്സ് ഓൺലൈൻ. ദേ സെൽ ബുക്സ് ഓൺലൈൻ. അവർ ഓൺലൈനിലാണ് ബുക്ക് വിൽക്കുന്നത്. ഇതിൻ്റെ യെസ് ഓർ നോ ചോദ്യം ഉണ്ടാക്കാം. ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകാറുണ്ട്. ചോദ്യ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഇനി പ്രാക്ടീസ് സെക്ഷനിൽ കാണാം. അതുവരേക്കും ഫൈസ് ഔട്ട്.